ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. കുഞ്ഞുങ്ങളുടെ വളർച്ചയെപ്പറ്റിയും അതായത് തൂക്കം, ലെങ്ത് അഥവാ ഹൈറ്റ്, ഡെവലപ്മെൻറ്റ്, ഭക്ഷണക്രമം തുടങ്ങിയവയെപ്പറ്റി എല്ലാം മിക്ക പേരൻസിനും പ്രത്യേകിച്ച് അമ്മമാർക്ക് വളരെയധികം ആശങ്ക ഉളവാക്കുന്ന സംഗതികളാണ്. ഒരുപാട് സംശയങ്ങളുമുണ്ട്. ഇന്ന് 2 മാസം പ്രായമായ 2-2.5 മാസം പ്രായമായ കുഞ്ഞുങ്ങളെപ്പറ്റി ഉള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ. 2 മാസം പ്രായമുള്ള കുഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മാസം തികഞ്ഞ് ഏകദേശം നോർമൽ ഡെലിവറിയോ അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷനോ ആയി ഒരു 5-7 ദിവസമാകുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ഒരു കുഞ്ഞിനെ പറ്റിയാണ്. ഏകദേശം അവരുടെ തൂക്കം ജനിക്കുമ്പോൾ 2.5 കിലോസിൽ കൂടുതലായിരിക്കും. അതായത് ലോ ബർത്ത് വെയ്റ്റ് ബേബി അല്ല. പിന്നെ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആകട്ടെ, മാസം തികയാത്ത കുട്ടികളെയും തൂക്കം കുറഞ്ഞ കുട്ടികളെ പറ്റി ഈ വീഡിയോയിൽ പ്രത്യേകമായി പറയുന്നില്ല. ജനിക്കുമ്പോൾ സാധാരണ ഒരു 2.8 3.2 ആയിരിക്കും ബർത്ത് വെയ്റ്റ് യൂഷ്വലി. അങ്ങനെയുള്ളൊരു കുഞ്ഞ് 2 മാസം കഴിയുമ്പോൾ 4 കിലോ തൊട്ട് 5.4 5.6 കിലോയും ആകും. പ്രത്യേകിച്ച് അമ്മയുടെ പാൽ മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക്. അതേസമയം ഫോർമുല ഫീഡ്സ് മാത്രം കൊടുക്കുന്ന കുട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പോൾ വെയിറ്റ് ഉണ്ടായേക്കാം. ഈ പ്രായത്തിൽ നമ്മൾ ഹൈറ്റ് എന്നല്ല ലെങ്ത് എന്നാണ് പറയുന്നത്. അവരുടെ ലെങ്ത് ജനിക്കുമ്പോൾ ഏകദേശം 50 സെൻറ്റിമീറ്ററിനോളം അടുപ്പിച്ചായിരിക്കും. 2 മാസം ആകുമ്പോൾ ഏകദേശം 54 തൊട്ട് 58 സെൻറ്റിമീറ്റർ വരെ ഏകദേശ കണക്കാണ് ഈ പറയുന്നത്. ഇതെല്ലാം പേരൻസിൻ്റെ ഹൈറ്റും വെയ്റ്റും അനുസരിച്ചും കൂടെ മാറിയേക്കാം. ജനിച്ച് 10 ദിവസം തൊട്ട് 2 മാസം വരെ ഏകദേശം 20 to 35 ഗ്രാംസ് പെർ ഡേ ആണ് കൂടുന്നത്. 4 മാസം ആകുമ്പോൾ 20 ഗ്രാംസ് പെർ ഡേയും 6 മാസം മുതൽ 10 ഗ്രാംസ് പെർ ഡേ ആണ് ഏകദേശം കൂടുന്നത്. ഇതെല്ലാം റഫായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ലെങ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ മാസവും 2.5 സെൻറ്റിമീറ്ററാണ് കൂടുന്നത്. കുട്ടി നല്ല വണ്ണം വെച്ച് ഗുണ്ട് പോലെ ഇരിക്കുന്ന കുട്ടിയാണ് ഏറ്റവും ആരോഗ്യമുള്ള കുട്ടിയെന്നല്ല വിചാരിക്കേണ്ടത്. അല്ല, വെയ്റ്റും ലെങ്തും എല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ 2 മാസത്തിൽ ഇത്ര വെയിറ്റ് തന്നെ വേണമെന്നോ ഇത്ര ലെങ്ത് തന്നെ വരണമെന്നോ നിങ്ങൾ ആഗ്രഹിക്കരുത്. നമ്മൾ എല്ലാം ഹൈറ്റ്, വെലോസിറ്റി, വെയിറ്റ് എത്ര കൂടുന്നു എന്നുള്ളതാണ്. വെയിറ്റ് കുറയുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇത്ര പ്രായത്തിൽ ഇത്ര വെയിറ്റ്, ഹൈറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കുട്ടിയുടെ ആ ഗ്രോത്ത് ചാർട്ട് 2 മാസം തൊട്ട് 6 മാസം വരെ കുഞ്ഞ് എത്ര വെയിറ്റ് ഗെയിൻ ചെയ്യുന്നു, എത്ര ഹൈറ്റ് ഗെയിൻ ചെയ്യുന്നു, 1 വയസ്സ് വരെ എത്ര ഹൈറ്റ് ഉണ്ടാകും, എത്ര ഹൈറ്റ് കൂടുന്നു, വെയിറ്റ് എത്ര കൂടുന്നു. അപ്പോൾ ആ വെലോസിറ്റി ഓഫ് ഗ്രോത്താണ് നമ്മൾ കൂടുതലും നോക്കേണ്ടത്. അല്ലാതെ ഇന്ന പ്രായത്തിൽ ഇത്ര വെയിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വെയിറ്റും ലെങ്ത്തും എല്ലാം ജനിച്ചപ്പോഴുള്ള ഫുൾ ടേം ആണോ, ജനിച്ചപ്പോഴുള്ള വെയിറ്റ്, എന്തെങ്കിലും കുഞ്ഞിന് അസുഖങ്ങളുണ്ടോ, പേരൻസിൻ്റെ എങ്ങനെയാണ് സ്റ്റാച്ചർ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഓരോ കുട്ടിയും ഡിഫറൻ്റാണ്, യുണീക്കാണ്. അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ട്, എൻ്റെ കുട്ടിക്ക് ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ ബോയ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ ഹെവിയറുമായിരിക്കും, അവർ കുറച്ചുകൂടെ ടോളറും ആയിരിക്കും. ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. 2 മാസത്തോട്ട് അടുപ്പിച്ച ഒരു കുട്ടിക്ക് പിന്നെ മലത്തി കിടത്തുമ്പോൾ ഏകദേശം തല സെൻറ്ററിലാക്കി തന്നെ വയ്ക്കും. കൈയും കാലും നല്ലവണ്ണം മൂവ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് കൈ ചിലപ്പോൾ ചുരുട്ടി പിടിച്ചെന്നിരിക്കും, ചിലപ്പോൾ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് കൈ തുറന്നിരിക്കുകയും ചെയ്യും. നമ്മൾ കുട്ടിയെ തോളിൽ കിടത്തുകയാണെങ്കിൽ പതുക്കെ ഒന്ന് തല ഉയർത്തിയും, പക്ഷേ തല അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പോട്ടും പുറകോട്ടും ആടിക്കൊണ്ടിരിക്കും. ശരിക്ക് ഹെഡ് സ്റ്റഡി ആകണമെങ്കിൽ 4 മാസം കഴിയേണ്ടിയിരിക്കുന്നു. എന്നാലും കുട്ടി നമ്മൾ കമഴ്ത്തി കിടത്തുകയാണെങ്കിൽ കുറച്ച് സെക്കൻഡ് നേരത്തേക്കെങ്കിലും തലയൊന്ന് ഉയർത്തിപ്പിടിക്കും, പിന്നെ തല താഴോട്ട് പോവുകയും ചെയ്യും. ഇടയ്ക്ക് എപ്പോൾ നമുക്ക് മടിയിൽ കമത്തി കിടത്താം, കുട്ടിയെ തോളിലിട്ടുകൊണ്ട് നടക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ തല ഹെഡ് സ്റ്റഡി ആകാൻ നല്ല സ്റ്റിമുലേഷനാണ്. അതുകൊണ്ടാണ് കുട്ടികളെ പതുക്കെ ഇടയ്ക്കിടയ്ക്ക് കമത്തി കിടത്തണമെന്ന് പറയുന്നത്. പക്ഷേ സൂപ്പർവിഷനോട് കൂടി മാത്രമേ ചെയ്യാവുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോണാണ് സോഷ്യൽ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ, കുഞ്ഞ് കണ്ണ് തുറന്നിരിക്കുമ്പോഴെല്ലാം കുഞ്ഞിനോട് വീട്ടിലുള്ളവരെല്ലാവരും, പ്രത്യേകിച്ച് അമ്മ ആണല്ലോ കൂടുതൽ എപ്പോഴും അടുത്തുള്ളത്, അമ്മയും അച്ഛനും വീട്ടിലെ കുഞ്ഞിനെ നോക്കുന്നവരും എല്ലാവരും കുഞ്ഞിനോട് ഉറക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അതൊരു നല്ലൊരു ബ്രെയിൻ സ്റ്റിമുലേഷൻ തന്നെയാണ്, പ്രത്യേകിച്ച് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന്. സംസാരിക്കുമ്പോൾ കുഞ്ഞ് ശരിക്കും നമ്മളോട് ശ്രദ്ധിക്കുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരു കുഞ്ഞ് കരയാൻ തുടങ്ങുമ്പോൾ കുഞ്ഞിനെ നമുക്ക് ഉടനെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും കരച്ചിൽ
നിർത്തുകയും ചെയ്യും. കുഞ്ഞ് എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും എല്ലാം നമ്മളെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. കുഞ്ഞിനെ അടുത്തോട്ട് പ്രത്യേകിച്ച് അമ്മ ചെല്ലുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോണാണ് സോഷ്യൽ സ്മൈൽ. അതായത് അമ്മയാണെന്ന് അറിഞ്ഞ് അമ്മ ചിരിക്കുമ്പോൾ ചിരിക്കുക, അച്ഛനാണെന്ന് അറിഞ്ഞ് ചിരിക്കുക, അല്ലാതെ ഉറക്കത്തിൽ ചിരിക്കുന്നതും വെറുതെ ചിരിക്കുന്നതുമല്ല. അപ്പോൾ ഈ 2 മാസമാകുമ്പോൾ എന്തായാലും സോഷ്യൽ സ്മൈൽ നമ്മളെ അറിഞ്ഞുകൊണ്ട് റെസ്പോണ്ട് ചെയ്ത് ചിരിച്ചിരിക്കണം കുട്ടികൾ. പിന്നെ 2 മാസത്തിലുള്ള ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരയുക മാത്രമേ പറ്റുകയുള്ളൂ 2 മാസമുള്ള കുട്ടിക്ക്. അതുകൂടാണ്ട് പലതരത്തിലുള്ള ശബ്ദങ്ങൾ, കൂയിങ് എന്ന് നമ്മൾ പറയും, പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ടാക്കി നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. നമ്മൾ ഉച്ചത്തിൽ സംസാരിച്ചാലും മുഖം കൊണ്ട് പലതരത്തിലുള്ള ആക്ഷൻ കാണിച്ചാലും കിലുക്കം കിലുക്കി കാണിച്ചാലും എല്ലാം കുഞ്ഞ് റെസ്പോണ്ട് ചെയ്തിരിക്കണം. നടന്നു പോകുമ്പോഴും സാധനങ്ങൾ കാണിക്കുമ്പോഴും എല്ലാം ഫോളോ ചെയ്യുക എന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ കുഞ്ഞും നമ്മളെ ഫോളോ ചെയ്ത് തല തിരിച്ച് നോക്കുന്നതായിട്ട് കാണാം. തല പകുതിയെങ്കിലും, ഹെഡ് പകുതിയെങ്കിലും സ്റ്റഡി ആയിരിക്കും. അതായത് കുറച്ച് നേരമെങ്കിലും തലയൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട്, പ്രത്യേകിച്ച് കമത്തി കിടത്തുകയാണെങ്കിൽ ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും കുഞ്ഞ് തല പൊക്കി പിടിച്ചിട്ട്, പിന്നെ ചിലപ്പോൾ താത്തിയേക്കും. പിന്നെ തോളിൽ പിടിക്കുമ്പോൾ തന്നെ തല ഒന്ന് പൊക്കി പിടിക്കും, പക്ഷേ കുറച്ചൊരു ബോബിങ് പോലെ, നല്ലവണ്ണം ബോബിങ് കാണാം. പിന്നെ അടുത്തതാണ് സോഷ്യൽ സ്മൈൽ. അറിഞ്ഞുകൊണ്ട്, അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് റെസ്പോണ്ട് ചെയ്ത് ചിരിക്കുന്നത്. അപ്പോൾ 2 മാസമുള്ള കുഞ്ഞിന് ഈ ഡെവലപ്മെൻറ്റ് രണ്ടും, പിന്നെ നമ്മൾ പറയുമ്പോൾ ഉള്ള റെസ്പോൺസ്, ശബ്ദം കേൾക്കുമ്പോൾ ആ സ്ഥലത്തോട്ട് നോക്കുന്നത്, ഫോളോ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. കുഞ്ഞിൻ്റെ ഫസ്റ്റ് ടീച്ചർ അമ്മയാണെന്ന് തന്നെ പറയാമല്ലോ. എങ്ങനെ നമ്മൾക്ക് ഈ പ്രായത്തിൽ കുഞ്ഞിനെ നല്ലവണ്ണം സ്റ്റിമുലേറ്റ് ചെയ്ത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആക്സലറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, കുഞ്ഞിനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞ് കണ്ണ് തുറന്നിരിക്കുമ്പോഴെല്ലാം കുഞ്ഞിനോട്, പ്രത്യേകിച്ച് അമ്മ, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞ് നമ്മളെ നോക്കി നല്ല ശബ്ദമുണ്ടാക്കുമ്പോൾ നമ്മളും തിരിച്ച് അതേപോലെ തന്നെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ തുടക്കമാകട്ടെ. പിന്നെ സമയം കിട്ടുമ്പോഴെല്ലാം കുഞ്ഞിനോട് സംസാരിക്കുക, ഉറക്കെ വായിച്ചു കൊടുക്കുക, പാട്ട് പാടിക്കൊടുക്കുക. താരാട്ട് പാടാത്ത അമ്മമാരില്ലല്ലോ. അങ്ങനെ ഭാഷയുടെ, അതായത് ലാംഗ്വേജിൻ്റെ പഠിത്തം തുടങ്ങിയിരിക്കട്ടെ. മൂന്നാമത്തെ കാര്യമാണ്, കുഞ്ഞിനെ എടുക്കുകയും താലോലിക്കുകയും ചെയ്യുമ്പോൾ കുഞ്ഞിന് ഇത്ര കൊച്ചു പ്രായത്തിൽ തന്നെ ഒരു സേഫ് ഫീലിങ്ങും കേടാണെന്നുള്ള ഒരു ഫീലിങ്ങും ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ്. നാലാമത്തെ, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, എപ്പോഴും എല്ലാവരും പറയുന്നതാണല്ലോ, കുഞ്ഞിനെ എടുത്തു വെച്ചിട്ട് ഫോൺ നോക്കുകയോ TV നോക്കുകയോ ചെയ്താൽ കുഞ്ഞിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടുകയുമില്ല. ഫോണിൽ നിന്നുള്ള റേഡിയേഷൻ ഈ വളരെ തിന്നായിട്ടുള്ള സ്കളിൽ കൂടെ ചെല്ലുകയും ചെയ്യും. മാത്രമല്ല കുഞ്ഞിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോവുകയും ചെയ്യുകയാണല്ലോ. അഞ്ചാമത്തെ കാര്യമാണ്, കുഞ്ഞിൻ്റെ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ അമ്മയും സെൽഫ് കെയർ, അതായത് ഒരു കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞ് അമ്മയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യത്തിന് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, റിലാക്സ് ചെയ്യുക, പാട്ട് കേൾക്കുക. അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞ് സ്വന്തം ആരോഗ്യം ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുതെന്ന്. പിന്നെ ആ അസുഖമുണ്ടോ ഈ അസുഖമുണ്ടോ, കുഞ്ഞിന് വെയിറ്റ് കൂടുന്നില്ലേ, അങ്ങനെ പറഞ്ഞ് വെറുതെ വേവലാതിപ്പെട്ട് എല്ലാവരോടും സംശയം ചോദിക്കാതെ നിങ്ങളെ നോക്കുന്ന ഡോക്ടറോട് മാത്രം, ആ ഡോക്ടർ പറയുന്നത് മാത്രം കേൾക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്നതായിട്ടൊരു കുഞ്ഞിനെ വളർത്താനും പറ്റുകയില്ല, ചികിത്സിക്കാനും പറ്റുകയില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകൾ മാറ്റിവെക്കുക. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം എപ്പോഴും നല്ലതേ വരുവുള്ളെന്ന് വിചാരിച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ച് റിലാക്സ് ചെയ്തിരിക്കുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കുഞ്ഞിനെ നോക്കുന്ന ഡോക്ടറെ കാണിച്ച് സംശയം തീർക്കുക. ആറാമത്തെ കാര്യമാണ്, കുഞ്ഞിൻ്റെ സിഗ്നൽസ് അമ്മ മനസ്സിലാക്കിയിരിക്കണം. വിശക്കുമ്പോൾ കൈ വായിൽ കൊണ്ടുവരികയും അമ്മയെ നോക്കുകയും ചുണ്ടുകൊണ്ട് പാല് കുടിക്കുന്ന പോലെ കാണിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അത് വിശന്നിട്ടാണെന്നും, പാല് കുടിച്ച് മതിയാവുമ്പോൾ തല തിരിക്കുന്ന കുഞ്ഞിന് മതിയായി എന്നുള്ള സിഗ്നലാണെന്നും, ഉറക്കം വരുമ്പോൾ എന്താണ് കുഞ്ഞ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കി, അങ്ങനെ ചിലപ്പോൾ കരയുന്നത് വിശന്നിട്ടാകാം, ചിലപ്പോൾ ചില കരച്ചിൽ ഉറക്കം വന്നിട്ടാകാം. അതെല്ലാം എന്താണെന്ന് ഒരമ്മയ്ക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഏഴാമത്തെ കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ, കുറച്ച് സമയം കുഞ്ഞിനെ നമുക്ക് കമത്തി കിടത്താം. നമ്മൾ സൂപ്പർവൈസ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ പതുക്കെ തല പൊക്കുകയും കുറച്ച് ദൂരെ നമുക്ക് എന്തെങ്കിലും കളറുള്ള ടോയ്സ് വെച്ചാൽ കുഞ്ഞ് അതിലോട്ട് തന്നെ തുറിച്ച് നോക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതും ഒരു സ്റ്റിമുലേഷൻ തന്നെയാണ്. പക്ഷേ ഒറ്റയ്ക്ക് കമത്തി കിടത്തിയിട്ട് പോവുകയേ ചെയ്യരുത്. എട്ടാമത്തെ കാര്യം, അമ്മയുടെ പാല് മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് തന്നെ, വെള്ളം പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുഞ്ഞ് കരയുമ്പോൾ ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ് കുഞ്ഞിനെ നല്ലവണ്ണം തല മുമ്പോട്ടും പുറകോട്ടും ശക്തിയായിട്ട് ആട്ടി ഉറക്കാൻ ശ്രമിക്കുന്നത്, തോളിലിട്ട് കുലുക്കുന്നത്.
അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. വളരെ ഇമ്മച്യൂറായിട്ടുള്ള ബ്രെയിനാണല്ലോ. നമ്മൾ വളരെ ശക്തിയായിട്ട് കുലുക്കിയാൽ ഷേക്കൺ ബേബി സിൻഡ്രോം എന്ന് പറയും. അതായത് അങ്ങനെ തന്നെ ബ്രെയിനിൽ ഹെമറേജ് വരാം. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അത് എല്ലാ അമ്മമാരും മനസ്സിലാക്കുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 11ാമത്തെ കാര്യമാണ്, കുഞ്ഞിന് ഈ പ്രായത്തിൽ തന്നെ ഉറങ്ങുന്നതിനും ഫീഡ് ചെയ്യുന്നതിനുമെല്ലാം ഒരു പ്രത്യേക സമയം പതുക്കെ പതുക്കെ ആക്കിക്കൊണ്ടുവരിക. അപ്പോൾ കുഞ്ഞിന് തന്നെ പാല് കുടിക്കാറായെന്നും ഉറങ്ങാറായെന്നും ഒക്കെ ക്രമേണ ഒരു റൊട്ടീൻ ആകുകയും ചെയ്യും. അത് 2 മാസം കഴിയുമ്പോൾ തന്നെ തുടങ്ങുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. 12ാമത്തെ കാര്യമാണ്, നമ്മൾ കുട്ടിയുടെ കേൾവി ചെറുതായിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കിലുക്കം ഒരു സൈഡിൽ കൊണ്ടുവന്ന് പതുക്കെ കിലുക്കുമ്പോൾ കുഞ്ഞ് ആ സൈഡിലോട്ട് തല തിരിച്ച് നോക്കുന്നുണ്ടോ, അതിലോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എങ്കിൽ കുഞ്ഞിന് ആ ശബ്ദം കേൾക്കാമെന്ന ചെറിയൊരു സിമ്പിൾ ടെസ്റ്റാണെന്ന് പറയുന്നതേ ഉള്ളൂ. 13ാമത്തെ കാര്യമാണ്, കുഞ്ഞ് കരയാൻ തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞിനെ എടുത്ത് പതുക്കെ തോളിൽ കിടത്തുകയാണെങ്കിൽ, ഒരു വയറുവേദന, അതായത് ഗ്യാസ് കൊണ്ടുള്ള വയറുവേദനയാണെങ്കിൽ തോളിൽ കിടത്തുമ്പോൾ ഗ്യാസ് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ കരച്ചിൽ മാറും. പിന്നെ ചിലപ്പോൾ ഒന്ന് ഒരു ടച്ചിന് വേണ്ടി ഒരു ടെൻഡർ ലവിങ് കെയർ എന്ന് പറയൂലേ, അപ്പോൾ ചെറുതായിട്ടൊന്ന് കുഞ്ഞ് ചിണുങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഒന്ന് പെട്ടെന്ന് കാമാകുകയും ചെയ്യും. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴുമല്ല, ഇടയ്ക്കിടയ്ക്ക് തോളിൽ വയ്ക്കുകയും തോളിൽ വെച്ച് കൊണ്ട് നടക്കുകയും ചെയ്യുകയാണെങ്കിൽ തല കുറച്ചും കൂടെ പെട്ടെന്ന് ഉറയ്ക്കാൻ, ഹെഡ് സ്റ്റെഡിനെസ്സിന് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ തോളിലിട്ട് കുഞ്ഞിനെ തല താങ്ങി പിടിച്ച് എല്ലായിടത്തും കൊണ്ട് നടക്കുകയാണെങ്കിൽ ആ ഒരു പുറമേയുള്ള സംഗതികൾ, ചുറ്റുമുള്ള സംഗതികൾ ശരിക്കും കാണാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ മലന്ന് കിടക്കുന്ന കുട്ടിക്ക് സീലിങ്ങും ഫാനും മാത്രമല്ലേ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ 2 മാസം കഴിയുമ്പോൾ തന്നെ തോളിലിട്ടുകൊണ്ട് നടക്കുന്നതിന് കുഴപ്പമില്ല. 14ാമത്തെ കാര്യമാണ്, പാല് കൊടുക്കുമ്പോഴും ഉടുപ്പ് മാറുമ്പോഴും കുളിപ്പിക്കുമ്പോഴും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റണ്ണിങ് കമൻട്രി പോലെ കുഞ്ഞിനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കുക. 15ാമത്തെ കാര്യമാണ്, കുഞ്ഞിൻ്റെ ശബ്ദം നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഓരോ റെസ്പോൺസും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. 16ാമത്തെ കാര്യമാണ്, കുഞ്ഞിൻ്റെ മുമ്പിൽ ഒരു കണ്ണാടി വെച്ചാൽ കുഞ്ഞിനെ നോക്കി വളരെയധികം റെസ്പോണ്ട് ചെയ്ത് ചിരിക്കുന്നത് കാണാം. കുറച്ച് പ്രാവശ്യം കുറച്ച് മുതിരുമ്പോൾ ഇത് ഞാനാണെന്നുള്ള ഒരു കുഞ്ഞിന് മനസ്സിലാകുകയും ചെയ്യും. 17ാമത്തെ കാര്യമായിട്ട്, ബ്രൈറ്റ് കളറായിട്ടുള്ള കളി സാധനങ്ങളോ കിലുക്കമോ ബ്രൈറ്റായിട്ടുള്ള കളേഴ്സുള്ള ബുക്സോ ഇതെല്ലാം കുഞ്ഞിനെ കാണിക്കുകയും ഉറക്കെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്താൽ ഒരു വളരെ നല്ലൊരു സ്റ്റിമുലേഷനാണ്. പ്രത്യേകിച്ച് ലാംഗ്വേജിൻ്റെ ഒരു ബേസിക് സംഗതികൾ കുഞ്ഞിന് നമ്മൾ കൊടുക്കുകയാണ്. 2 മാസം കഴിഞ്ഞ കുട്ടിക്ക് ഏതെല്ലാം പ്ലേ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. എന്നാൽ 2 മാസം കഴിയുമ്പോൾ തന്നെ ഒരു കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ചില കുട്ടികൾ വളരെ കാമും കൊയറ്റും ആയിരിക്കും, ഒട്ടും വഴക്കും വാശിയും ഇല്ലാത്ത കുട്ടികളായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ കുട്ടി, ചില കുട്ടികൾ ഒരു കാരണമില്ലാതെ വാശിയും എപ്പോഴും കരച്ചിലും ചിണുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അത് ഓരോ കുട്ടികളുടെ പേഴ്സണാലിറ്റി തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അതനുസരിച്ച് നമുക്ക് പെരുമാറേണ്ടിയിരിക്കുന്നു. നമുക്ക് കുട്ടികളെ പല വിധത്തിലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കുമ്പോൾ കുട്ടി അത് ശ്രദ്ധിക്കുകയും കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുകയും നല്ലവണ്ണം അത് ശ്രദ്ധിച്ച് കണ്ട് റെസ്പോണ്ട് ചെയ്യുന്നത് കാണാം. കയ്യിൽ എന്ത് കൊടുത്താലും അത് ഒന്ന് മുറുക്കി പിടിച്ചിട്ട് പിന്നെ വിടുന്ന പ്രായമാണ്. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള, പല കളറുള്ളതും പല സൈസിലുള്ളതും പല ടെക്സ്ചറുള്ളതുമായ കിലുക്കം, അപ്പോൾ ആ ടച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതൊന്നും അധികം നേരം പിടിക്കാൻ പോകുന്നില്ല, എന്നാലും കുഞ്ഞിന് ആ ഒരു സ്റ്റിമുലേഷൻ നമ്മൾക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ കൊച്ചു കുഞ്ഞാണെങ്കിൽ ശരി, അവിടെ കൈ പിടിച്ച് വെറുതെ നമുക്കിങ്ങനെ കൊട്ടാം, കാല് വേണമെങ്കിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക, അതെല്ലാം വളരെ പതുക്കെയും ജെൻറ്റിലായിട്ടും മതി. പിന്നെ സൈക്കിള് ഇതുപോലെ പെഡൽ ചെയ്യുന്നത് പോലെ നമുക്ക് കാല് വെച്ച് വെറുതെ ഒന്ന് കാണിക്കാം. അതെല്ലാം കുഞ്ഞിനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. മൂവ്മെൻറ്റ്സ് എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യാം. ആ ടച്ച് കൊണ്ടുള്ള സ്റ്റിമുലേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പല സൗണ്ടുള്ള കിലുക്കങ്ങൾ, പീപ്പികൾ തുടങ്ങിയവ നമുക്ക് പല സൗണ്ടും അങ്ങനെ കേൾപ്പിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴാണ് 2 മാസമാകുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത്? ഞാൻ ഈ പറഞ്ഞ ഡെവലപ്മെൻ്റ് എല്ലാം വെയ്റ്റ് ഗെയിൻ വിചാരിച്ച പോലെ ഉണ്ടാകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് കുഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ തിരിച്ച് അറിഞ്ഞുകൊണ്ട് ചിരിക്കുന്നില്ല, അതായത് സോഷ്യൽ സ്മൈൽ 2 മാസമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിച്ചു തന്നിരിക്കണം. പിന്നെ നമ്മൾ ശബ്ദം ഉറക്കെ ഉള്ള ശബ്ദത്തിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അമ്മ നടന്നു പോകുമ്പോൾ കുഞ്ഞ് ഫോളോ ചെയ്യുന്നില്ല. പിന്നെ കിലുക്കങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമ്പോൾ അത് ഫോളോ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ കമത്തി കിടത്തുമ്പോൾ തല ഒട്ടും ഒരു സെക്കൻഡ് പോലും ഉയർത്തുന്നില്ല, തല താന്ന് തന്നെയാണ് കിടക്കുന്നത്. എപ്പോഴും കൈ ചുരുട്ടി തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. മിക്കവാറും കൈ ചുരുട്ടി, ഇടയ്ക്ക് കൈ തുറന്നിരിക്കും, കുറച്ചുകൂടെ കഴിയുമ്പോഴേ ശരിക്കും കൈ നിവരുകയുള്ളൂ. എന്നാലും എപ്പോഴും കൈ ചുരുട്ടി പിടിക്കുകയാണ്, കയ്യിലോട്ട് കുഞ്ഞ് നോക്കുന്നില്ല. അങ്ങനെ പാല് കുടിക്കുമ്പോൾ എപ്പോഴും നിറകെ പോകുന്നു.
തല നമ്മൾ തോളിൽ വയ്ക്കുമ്പോൾ തല കുറച്ച് നേരം പോലും ഒന്ന് ഉയർത്തിപ്പിടിക്കുന്നില്ല. ഇങ്ങനെയെല്ലാം ഉള്ള ഇതിനെല്ലാം നമ്മൾ പറയുന്ന റെഡ് ഫ്ലാഗ് സൈൻസ്, നോർമൽ അല്ലാത്ത സൈൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഡോക്ടറെ കാണിക്കുക. മിക്കവാറും വലിയ കുഴപ്പം ഉണ്ടാകുകയില്ല. എന്നാലും നമ്മൾ അതിനുള്ള സ്റ്റിമുലേഷനും ഏർലി സ്റ്റിമുലേഷൻ എന്ന് പറയും, അത് നമ്മൾ തുടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഈ പ്രായത്തിൽ നമുക്ക് കുറച്ച് നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് വേണ്ടത് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് 2 മാസത്തിനോട് അടുപ്പിച്ച് പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.